സോ ഹലോ ഗൈസ്, ഞാൻ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ റിലേഷൻ ബിറ്റ്വീൻ ബീറ്റ ആൻഡ് ഗാമ ഫംഗ്ഷൻ ആണ്. സോ ബീറ്റ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ബീറ്റ ഓഫ് പി ക്യൂ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ്. ഇവിടെ പിയും ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ബീറ്റേൻ്റെ രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റേഴ്സിൻ്റെ റേഞ്ച് പറഞ്ഞാൽ പി ഗ്രേറ്റർ ദാൻ 0, ക്യൂ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ആദ്യം പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. എക്സ് സൈൻ സ്ക്വയർ തീറ്റ ആണ്, ഡി എക്സ് എന്തായിരിക്കും അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സൈൻ സ്ക്വയർ തീറ്റേൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 2 സൈൻ തീറ്റ, സൈൻ തീറ്റേൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കോസ് തീറ്റ ഡി തീറ്റ. ആൻഡ് ഇവിടെ എക്സ് നമ്മൾ തീറ്റേൻ്റെ ടേമിലേക്ക് മാറ്റുമ്പോൾ ഈ ലിമിറ്റ് മാറ്റണം. അപ്പം എക്സ് 0 ആകുമ്പോൾ തീറ്റ എന്തായിരിക്കും? എക്സിന് 0 കിട്ടണമെങ്കിൽ സൈൻ 0 കിട്ടിയാൽ പോരെ. അപ്പം തീറ്റ 0 തന്നെ. ഇനി എക്സ് 1 കിട്ടണമെങ്കിൽ സൈനിൻ്റെ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് എക്സിന് 1 കിട്ടുക? സൈൻ π/2 അല്ലേ? അപ്പം തീറ്റ π/2 ആണ്. അപ്പം ഈ ഇൻ്റഗ്രൽ നമുക്ക് മാറ്റാം. ദ ബി ഓഫ് പി ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to π/2 എക്സ് റേസ് ടു പി മൈനസ് 1നെ സൈൻ സ്ക്വയർ തീറ്റ റേസ് ടു സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് സൈൻ തീറ്റ ഹോൾ സ്ക്വയറിന് എഴുതാം. അതിനെ ഇൻറ്റു പി മൈനസ് 1 ഇവിടെ കൊടുക്കാം, എക്സ് റേസ് ടു പി മൈനസ് 1ന്. അപ്പോൾ സൈൻ തീറ്റ ഹോൾ റേസ് ടു 2p മൈനസ് 2 എന്ന് കൊടുക്കാം. റേസ് ടു 2p മൈനസ് 2 തീറ്റ. ഇവിടെ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 കൊടുക്കാം. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി ഈ ടേം എന്താവും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ റേസ് ടു ക്യൂ മൈനസ് 1 ആവും. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ നമ്മുടെ കോസ് തീറ്റ ഹോൾ സ്ക്വയറിന് എഴുതാം. ഇവിടെയും റേസ് ടു ക്യൂ മൈനസ് 1 എന്ന് പറയാം. അപ്പം ഇതെന്താ? കോസ് തീറ്റ ഹോൾ റേസ് ടു 2q മൈനസ് 2. ഇവിടെ കോസ് തീറ്റ ഹോൾ റേസ് 2q മൈനസ് 2 ആൻഡ് ഈ 2 നമുക്ക് പുറത്തെടുക്കാം, 2. ഇനി സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2. ഇവിടെ സൈൻ തീറ്റ ഹോൾ റേസ് ടു 2p മൈനസ് 2. ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്. അപ്പം 2p മൈനസ് 2 പ്ലസ് 1, 2p മൈനസ് 1. സൈൻ 2p മൈനസ് 1 തീറ്റ. കോസിനും സെയിം തന്നെ. ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്. കോസ് 2p മൈനസ് 1 തീറ്റ ഡി തീറ്റ. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഇക്വേഷൻ. നമ്മളപ്പം ബീറ്റ ഫംഗ്ഷൻ ഇവിടെ നിർത്തുക, തൽക്കാലത്തേക്ക് ഇവിടെ നിർത്താം. ഇനി ഗാമ ഫംഗ്ഷനിലേക്ക് നമുക്ക് ഒരു റിലേഷൻ കൊണ്ടുപോകണം. ഇനി ഗാമ ഫംഗ്ഷൻ പറഞ്ഞു തുടങ്ങാം. അപ്പം നമുക്ക് ഗാമ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ അറിയാം. ഒരു പി ആണ് നമ്മൾ പാരാമീറ്റർ എങ്കിൽ ഗാമ ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി മൈനസ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ. എക്സ് ടി സ്ക്വയർ വരുമ്പോൾ ഡി എക്സ് എന്തായിരിക്കും? 2t dt. ഇനി നമുക്ക് റേഞ്ച് മാറ്റാം. എക്സ് 0 ആകുമ്പം ടി എന്തായിരിക്കും? എക്സ് 0 കിട്ടുന്ന ടിയും 0 തന്നെ ആയിരിക്കും. ഇനി എക്സിന് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുന്നതിന് പകരം നമുക്ക് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കാം. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ടി എന്തായിരിക്കും? ടി ഓഫ് കോഴ്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഗാമ ഓഫ് പി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മളതെന്തായി? എക്സ് പകരം ഇപ്പം ടി സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് ടി സ്ക്വയർ ആണ്. അപ്പോൾ ടി സ്ക്വയർ ഹോൾ റേസ് ടു പി മൈനസ് 1 ആണ്. അപ്പം ഇവിടെയും
ടി റേസ് ടു 2p മൈനസ് 2 എന്ന് വരും. ടി റേസ് ടു 2p മൈനസ് 2 ഇ റേസ് ടു മൈനസ് എക്സിന് പകരം ടി സ്ക്വയർ ഡി എക്സിന് പകരം 2t dt ഈക്വൽ ടു 2നെ പുറത്തെടുക്കുക. 2 ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി 2p മൈനസ് 2 1. അപ്പോൾ 2p മൈനസ് 1 ടി റേസ് ടു 2p മൈനസ് 1 ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. ഇതാണ് നമ്മൾ ഗാമ ഓഫ് പി. ഇവിടെ എന്താ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന ഓപ്പറേറ്റർ ആരാ? ഈ ഡി ടി ആണ്. സോ ഡി ടി ടി റേസ് ടുവിനും ചെയ്യും ഇ റേസ് ടു ടി സ്ക്വയറിനെയും ചെയ്യും. അപ്പം ഇവിടെ ഈ വേരിയബിൾ മാറ്റിയാൽ ഇൻ്റഗ്രേഷന് വല്ല മാറ്റം സംഭവിക്കും ഇല്ല. കാരണം ജസ്റ്റ് ഈ ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡമ്മി വേരിയബിളാണ്. അതിനെ നെയിം മാറ്റിയാലും നമുക്ക് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു 2p മൈനസ് 1 ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാലും ഇത് രണ്ടും സെയിം ഇൻ്റഗ്രലാണ്. ഇത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഗാമ പിൻ്റെ ഇക്വേഷൻ എങ്കിൽ ഗാമ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇവിടെ എക്സിൽ പറഞ്ഞോണ്ട് അടുത്തതിൽ നമുക്ക് y പറയാം. 0 ടു ഇൻഫിനിറ്റി ജസ്റ്റ് y റേസ് ടു ക്യൂ ആണ് പാരാമീറ്റർ ആയതുകൊണ്ട് തന്നെ 2p മൈനസ് 1ന് പകരം 2q മൈനസ് 1 ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ. ഇതാണ് നമ്മളെ തേർഡ് ഇക്വേഷൻ. ഇനി ജസ്റ്റ് ഗാമ ഓഫ് പി ഇൻറ്റു ഗാമ ഓഫ് ക്യൂ ചെയ്താൽ എന്താ? 2 ഇൻറ്റു 2 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു 2p മൈനസ് 1 ഇൻറ്റു വൈ റേസ് ടു 2q മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു 2p മൈനസ് 1 ഇൻറ്റു വൈ റേസ് ടു 2q മൈനസ് 1 ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇ റേസ് ടു എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് കോമൺ എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇതാണ് നമ്മൾ ഫോർത്ത് ഇക്വേഷൻ. ഇനി നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാം. അപ്പോൾ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ വൈ ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയും. ഇനി ഇവിടെ വേരിയബിൾസ് ഏതൊക്കെയാ? എക്സും നമ്മൾ ഫോർത്തത്തെ ഇക്വേഷനിൽ വേരിയബിൾസ് ഏതൊക്കെയാ? എക്സും വൈയുമാണ്. ഇനി നമ്മൾ അത് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ജേക്കോബിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജേക്കോബിയൻ ജെ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽ എക്സ് ബൈ ഡെൽ ആർ ഡെൽ എക്സ് ബൈ ഡെൽ തീറ്റ ഡെൽ വൈ ബൈ ഡെൽ ആർ ഡെൽ വൈ ബൈ ഡെൽ തീറ്റ. ഇതിൻ്റെയൊക്കെ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പം ഇതാണ് എക്സ് എങ്കിൽ ഡെൽ എക്സ് ബൈ ഡെൽ ആർ എന്താ? കോസ് തീറ്റ. ഡെൽ എക്സ് ബൈ ഡെൽ തീറ്റയോ മൈനസ് ആർ സൈൻ തീറ്റ. ഡെൽ വൈ ബൈ ഡെൽ ആറോ സൈൻ തീറ്റ ആൻഡ് ഡെൽ വൈ ബൈ ഡെൽ തീറ്റ ആർ കോസ് തീറ്റ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോക്കിയാൽ കോസ് തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് ആണ്. ഇനി ഈ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആവും. ആർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ആർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി ആറിനെ കോമൺ എടുത്തിട്ട് ബ്രാക്കറ്റിനുള്ളിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ 1, അപ്പോൾ പുറത്തത്തെ 6 മാത്രം. അപ്പോൾ എന്താ? ജേക്കോബിയൻ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇനി ഇവിടെ ഡി എക്സ് ഡി വൈ നമ്മൾ ചെയ്യും. നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പം ഡി എക്സ് ഡി വൈനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചെയ്യുമ്പോൾ എന്താ? ആർ ഡി ആർ ഡി തീറ്റ എന്നാക്കൽ ആ ആർ എന്താ? ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജേക്കോബിയൻ തന്നെയാണ്. അപ്പോൾ ജേക്കോബിയൻ ഇൻറ്റു ഡി ആർ ഡി തീറ്റ. ജേക്കോബിയൻ എന്ന് പറഞ്ഞാൽ ആർ ഡി ആർ ഡി തീറ്റ. ഓക്കെ, ഇനി ചെയ്യുന്നത് ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റിനെ പോളാർ കോർഡിനേറ്റ് ആയിട്ട് മാറ്റല്ലേ. അപ്പം എന്താ? ഈ നാലാമത്തെ ഇക്വേഷൻ നമുക്ക് ലിമിറ്റും ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് ഇത് എന്തിൻ്റെ ലിമിറ്റാ? ഇത് എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റാ. ഡി എക്സിൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റാ.
ഇവിടെ എക്സിലും വൈയിലും ചെയ്യുന്നതുകൊണ്ട് അവിടെ ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യണം. ഇത് എക്സ് 0 to ഇൻഫിനിറ്റിയും വൈ 0 to ഇൻഫിനിറ്റിയും. അപ്പം ഇനി എക്സ് 0 നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്, വൈ 0 നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്. അപ്പോൾ 6 ഇനി 0 നിന്ന് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് 0 നിന്ന് ഇൻഫിനിറ്റി, വൈയും 0 നിന്ന് ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ പോളാർ ആക്സിസ് എവിടുന്ന് 0 മുതൽ ഇൻഫിനിറ്റിയിലേക്ക് പോവാം. അപ്പോൾ 6ഉം 0 മുതൽ ഇൻഫിനിറ്റി. അപ്പോൾ അത് ഏതാ കോർഡിനേറ്റ്? ഇത് ക്വാഡ്രൻറ്റ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് തന്നെ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തീറ്റ എവിടുന്ന? തീറ്റ 0 π/2 സോ നമ്മൾ ഫോർത്ത് ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. ഗാമ പി ഇൻറ്റു ഗാമ ക്യൂ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു, ആദ്യം നമുക്ക് ആറിൻ്റെ ലിമിറ്റ് പറയാം. 0 മുതൽ ഇൻഫിനിറ്റി, അടുത്ത തീറ്റേൻ്റെ പറയാം. 0 മുതൽ π/2, എക്സിന് പകരം r cos തീറ്റ ഓൾ റേസ് ടു 2p - 1, വൈക്ക് r sin തീറ്റ ഹോൾ റേസ് ടു 2q - 1, e റേസ് ടു എക്സിനെ എക്സ് സ്ക്വയർ ചെയ്താൽ r² cos² തീറ്റ പ്ലസ് r² sin² തീറ്റ. അപ്പോൾ r² കോമൺ എടുത്താൽ cos² തീറ്റ പ്ലസ് sin² തീറ്റ 1 ആവും. അപ്പോൾ ബാക്കി r² ഉണ്ടാവുള്ളൂ. അപ്പോൾ e റേസ് ടു -r². dx dyക്ക് പകരം r, ആദ്യം d തീറ്റ, തീറ്റേൻ്റെ ലിമിറ്റ് കൊടുത്തോണ്ട് r d തീറ്റ dr. 4 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 to π/2 e റേസ് ടു -r². ഇനി ഇവിടെ r റേസ് ടു 2p - 1 ഉണ്ട്, ഇവിടെയും r റേസ് ടു 2p - 1 ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് 2p - 1 പ്ലസ് 2q - 1നെ 2p പ്ലസ് 2q -2 എന്നില്ലേ? -2. പക്ഷെ ഇവിടെ ഒരു ആറും കൂടി ഉണ്ട്. അപ്പം -2നെ ഒരു +1 ഒന്നും കൂടിയാവും. അപ്പം 2p പ്ലസ് 2q -1 എന്നാവും. ഇവിടെ r റേസ് ടു 2p പ്ലസ് 2q - 1 സൈൻ റേസ് ടു 2q - 1 തീറ്റ കോസ് റേസ് ടു 2p - 1 തീറ്റ d തീറ്റ dr. ഇവിടെ നമുക്ക് ആറിൻ്റെ വരുന്ന പോർഷൻസ് ഒക്കെ ഇല്ലേ? ഇവിടെ ആറുണ്ട്, ഇവിടെ ആറുണ്ട്. അതിനെ dr കൂട്ടിയിട്ട് ഒറ്റ ഇൻ്റഗ്രലിലേക്ക് മാറ്റാം. അപ്പം ഒരു 2 നമുക്ക് എടുക്കാം. 2 ഇൻറ്റു, അപ്പം ആറിൻ്റെ ഏതാ 0 to ഇൻഫിനിറ്റി വരെ. ആറിൻ്റെ ടേംസ് ഇവിടെ e റേസ് ടു -r², r റേസ് ടു 2p പ്ലസ് 2q - 1, പിന്നെ r ഉള്ളത് dr. ഇതൊരു ടേം. ഇനി ഇൻറ്റു അടുത്ത ടേം, അടുത്ത 2 ഇൻറ്റു ഇൻറ്റഗ്രൽ തീറ്റേൻ്റെ ടേം 0 to π/2 വരെ സൈൻ റേസ് ടു 2q - 1 തീറ്റ കോസ് റേസ് ടു 2p - 1 തീറ്റ d തീറ്റ. ഇത് രണ്ടാമത്തെ ടേം. നമ്മൾ അഞ്ചാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻ, ഒരു ആൾജിബ്രിക് മാനിപ്പുലേഷൻ നടത്തിയാൽ ഇവിടെ e റേസ് ടു -r². നമുക്ക് നമ്മൾ ഗാമേൻ്റെ ഇക്വേഷൻ അറിയാം. e റേസ് ടു -x എന്നേ ഉള്ളൂ, x റേസ് ടു p - 1 dx. അപ്പം ഇവിടെ നമുക്ക് r² = t എന്ന് കൊടുത്താൽ ഈ ഇൻ്റഗ്രൽ എങ്ങനെയാവും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റേസ് ടു -t വീണ്ടും ഇതിനെങ്ങനെ ആക്കാം? p പ്ലസ് q -1 dt എന്നാക്കാം. ഇതെന്താ? നമുക്കിവിടെ പാരാമീറ്ററിൽ എന്താ? പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്
ഈ ഇക്വേഷനിൽ പി, ഇവിടെ എന്താ പിക്ക് പകരം പി പ്ലസ് ക്യൂ ആ. അപ്പം നമുക്ക് ഇത് ഗാമ ഓഫ് പിക്ക് പകരം ഇവിടെ എന്താ നമുക്ക് ഗാമ ഓഫ് പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. ഇനി ഇതാണ് നമ്മളെ ബീറ്റേൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറ്റിക്കൂടെ? അപ്പം എക്സ് റേസ്റ്റ് പി മൈനസ് വൺ, ഇവിടെ സൈൻ റേസ്റ്റ് 2q മൈനസ് വൺ, 1 മൈനസ് എക്സിനെ നമുക്കപ്പം എന്ത് ചെയ്യാം? ഇതിനെ ഇവിടെ എക്സിന് പകരം ഇവിടെ ഏതാ? ഇവിടെ വേരിയബിൾ തീറ്റയല്ലേ. അപ്പം ഇതിനെ നമുക്ക് ഇക്വേഷനെ 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π/2 സൈൻ 2q മൈനസ് 1 തീറ്റ സൈൻ റേസ് ടു കോസ് റേസ് ടു 2p മൈനസ് 1 തീറ്റ ഡി തീറ്റ നമുക്ക് ദ ബീറ്റ ഓഫ് ക്യൂ പി, അത് തന്നെയല്ലേ ബീറ്റ ഓഫ് പി ക്യൂ, കാരണം ബീറ്റ ഇസ് എ സിമെട്രിക് ഫങ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയേ? ഗാമ ഓഫ് പി ഇൻറ്റു ഗാമ ഓഫ് ക്യൂ എന്നല്ലേ. അതെന്താ ഇത് പറഞ്ഞാൽ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ ഇൻറ്റു ഇത് ബീറ്റ ഓഫ് പി ക്യൂ. അപ്പം ബീറ്റ ഓഫ് പി ക്യൂ എന്താ? ഈക്വൽ ടു ഗാമ ഓഫ് പി ഇൻറ്റു ഗാമ ഓഫ് ക്യൂ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ. ഇതാണ് ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്കൊരു 4 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 17 1 മൈനസ് എക്സ് റേസ് ടു 33 ഡി എക്സ്. അപ്പം ഇതിനെങ്ങനെ ആക്കാം? അപ്പം ഇത് നമുക്ക് ബീറ്റ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ്റെ ഒരു ഫോമുല കിടക്കുന്നത്, സെയിം ഫോമിൽ. അപ്പോൾ ഇവിടെ പി മൈനസ് വണ്ണിന് ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഇവിടെ പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 17. അപ്പോൾ പി എന്താ? 18. ക്യൂ മൈനസ് 1 33. അപ്പോൾ ക്യൂ എന്താ? 34. ഇത് നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തൂടെ? അപ്പം ഈ റിലേഷൻ യൂസ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ ഗാമ ഓഫ് പി 18, ഗാമ ഓഫ് 18 ഇൻറ്റു ഗാമ ഓഫ് 34 ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് 18 പ്ലസ് 34. അതെന്താ? ഗാമ ഓഫ് 52. ഗാമ ഓഫ് 18 എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് പി പറഞ്ഞാൽ പി മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഗാമ ഓഫ് 18 എന്ന് പറഞ്ഞാൽ 18 മൈനസ് 1 17, 17ൻ്റെ ഫാക്ടോറിയൽ, 17 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ 34 മൈനസ് 1 33, 33 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 52 മൈനസ് 1 51, 51 ഫാക്ടോറിയൽ. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 1/3 1 മൈനസ് എക്സ് റേസ് ടു 7/5 ഡി എക്സ്. ഇതേപോലെ ചെയ്താൽ പി മൈനസ് 1 ഇസ് ഈക്വൽ ടു 1/3. പി എന്താ? 1/3 പ്ലസ് 1 4/3. ക്യൂ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 7/5, ക്യൂ എന്ന് പറഞ്ഞാൽ 7/5 പ്ലസ് 1 12/5. ഇതിനെ ഇതെന്താ? ഗാമ ഓഫ് പി, ഗാമ ഓഫ് 4/3 ഇൻറ്റു ഗാമ ഓഫ് 12/5 ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് 4/3 പ്ലസ് 12/5. അപ്പോൾ ഗാമ ഓഫ് 56/15. ഇതിൻ്റെ നമുക്ക് ഫാക്ടോറിയൽ വെച്ച് ചെയ്യാൻ കഴിയില്ല, ഇതൊരു ഇൻറ്റിജർ അല്ലാത്തതുകൊണ്ട്. സോ ഇത് ഇങ്ങനെ തന്നെ അവിടെ വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തത്, ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ റേസ് ടു n ഡി എക്സ്.
ഞാൻ അതിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. പി ഗ്രേറ്റർ ദാൻ 0, ക്യൂ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ ചെയ്യേണ്ടത് പുട്ട് എക്സ് റേസ് ടു ക്യൂ നമുക്ക് സെഡ് എന്ന് കൊടുക്കും. ഇവിടെ ഇത് നേരെ ചെയ്താൽ നമുക്ക് ഗാമേൻ്റെ ബീറ്റാൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ എന്തെങ്കിലും ചെയ്യണം. അപ്പം അതിന് എക്സ് റേസ് ടു ക്യൂവിന് നമ്മൾ സെഡ് എന്ന് കൊടുത്താൽ അപ്പോൾ ഡി എക്സ് എന്താ? ഡി എക്സ് പറഞ്ഞാൽ ആദ്യം എക്സ് അപ്പം എന്താ? സെഡ് റേസ് ടു 1/q. ഇതിന്ന് ഡി എക്സ് പറഞ്ഞൂടെ? ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/q ഇൻറ്റു സെഡ് റേസ് ടു 1/q മൈനസ് 1 ഡി സെഡ്. നമുക്ക് റേഞ്ച് മാറ്റണം. അപ്പം എക്സ് 0 ആയാൽ സെഡ് എന്തായിരിക്കും? 0 റേസ് ടു 1/q 0 തന്നെ. ഇനി എക്സ് 1 ആയാൽ ഇത് 1 റേസ് ടു 1/q 1 തന്നെ. ഇൻ്റഗ്രൽ മാറുകയാണ്. ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 1/q പകരം സെഡ് റേസ് ടു 1/q ഹോൾ റേസ് ടു പി എന്നാവും. സെഡ് റേസ് ടു p/q 1 മൈനസ് സെഡ് റേസ് ടു n 1/q സെഡ് റേസ് ടു 1/q മൈനസ് 1 ഡി സെഡ്. ഇതിലെന്താക്കുക? 1/q ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 0 to 1 സെഡ് റേസ് ടു, ഇവിടെയും സെഡ് റേസ് ടു ഉണ്ട്, ഇവിടെയും സെഡ് റേസ് ടു ഉണ്ട്. അത് നമുക്ക് സെഡ് റേസ് ടു ഇവിടെ p/q ഇവിടെ 1/q, അപ്പോൾ p + 1/q എന്ന് കൊടുത്തൂടെ. പിന്നെ ഒരു -1 ഉണ്ട്, -1. ഇനി 1 മൈനസ് സെഡ് ഹോൾ റേസ് ടു n ഡി സെഡ്. ഇപ്പം എന്തായി? 1/q ഇൻറ്റു 1/q ഇൻറ്റു ഇതൊരു ഗാമ ഫംഗ്ഷൻ്റെ ഒരു ബീറ്റ ഫംഗ്ഷൻ്റെ ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ p-1, ഇതാണ് നമ്മളെ q -1. അപ്പം അതൊന്ന് p കണ്ടുപിടിച്ചാൽ p + 1/q ആണ് നമ്മൾ p, ആൻഡ് n ആണ് q -1. അപ്പം q എന്താ? n+1. നമുക്ക് ഇക്വേഷൻ കൊടുത്തൂടെ? 1/q ഇൻറ്റു 1/q പുറത്താണ്, ഉള്ളത്തെ ഇക്വേഷന് മാത്രം നമുക്ക് ബീറ്റ ഫംഗ്ഷൻ പറയാൻ പറ്റുള്ളൂ. അപ്പം ഗാമ ഇൻറ്റു p + 1/q ഇൻറ്റു ഗാമ ഇൻറ്റു q n+1 ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ്. ഗാമ p + 1/q + n+1. ഇതാണ് നമ്മളെ ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നാലാമത്തത്. ഇൻ്റഗ്രൽ 0 to a എക്സ് റേസ് ടു p -1 a മൈനസ് എക്സ് റേസ് ടു q -1 ഡി എക്സ്. p ഗ്രേറ്റർ ദാൻ 0 ആണ്, q ഗ്രേറ്റർ ദാൻ 0 ആണ്, ആൻഡ് ഗ്രേറ്റർ ദാൻ 0. ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമാണ്. a - x പാടില്ല, ഇവിടെ 1 - x പാടുള്ളൂ. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. പുട്ട് എക്സിന് നമുക്ക് AZ എന്ന് കൊടുക്കാം. ഇവിടെ എക്സിന് AZ എന്ന് കൊടുത്താൽ നമുക്ക് എനെ ബ്രാക്കറ്റിനെ പുറത്തേക്ക് എടുക്കാം. അപ്പം ഡി എക്സ് എന്താ? a dz. ഇനി നമുക്ക് ലിമിറ്റ് മാറ്റാം. എക്സ് 0 ആകുമ്പം z എന്തായിരിക്കും? 0 തന്നെയാണ്. എക്സ് a ആവുമ്പം എക്സിന് a ആകുമ്പോൾ z എന്തായിരിക്കും? 1 ആയിരിക്കും. ഇൻ്റഗ്രേഷൻ മാറ്റാം. ഇൻ്റഗ്രൽ 0 to 1 എക്സിന് പകരം AZ ഹോൾ റേസ് ടു p -1 a മൈനസ് AZ ഹോൾ റേസ് ടു q -1 a dz. എന്താ? ഇൻ്റഗ്രൽ 0 to 1. ഇത് നമുക്ക് a റേസ് ടു p -1 ഇൻറ്റു z റേസ് ടു p -1 എന്ന് കൊടുക്കാം. അപ്പോൾ a റേസ് ടു p -1 ഇൻറ്റു z റേസ് ടു p -1. ഇവിടെ a കോമൺ എടുത്താൽ, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് a കോമൺ എടുത്താൽ a ഇൻറ്റു 1 - z അതിൻ്റെ ഹോൾ ബ്രാക്കറ്റിൽ q -1 ഉണ്ടാവും.
അപ്പോൾ അവിടെ നമുക്ക് എ റേസ് ടു ക്യൂ മൈനസ് 1 ആക്കും. 1 മൈനസ് സെഡ് റേസ് ടു ക്യൂ മൈനസ് 1 ആവും എ ഡി സെഡ്. പിന്നെ ഇൻ്റഗ്രൽ 0 to 1 എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം കോൺസ്റ്റൻറ്റിന് എഴുതാം. എ റേസ് ടു ഇവിടെ ഒരു പി മൈനസ് 1 എ റേസ് ടു പി മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു എ റേസ് ടു ക്യൂ മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്. അപ്പം അതിനെന്താവും എ റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 ആവും. ഇൻ്റഗ്രൽ 0 to 1 സെഡ് റേസ് ടു പി മൈനസ് 1 1 മൈനസ് സെഡ് റേസ് ടു 1 മൈനസ് സെഡ് റേസ് ടു ക്യൂ മൈനസ് 1 ഡി സെഡ്. ഇതെന്താ, ഇതൊരിപ്പോൾ ഒരു ബീറ്റ ഫംഗ്ഷൻ്റെ ഇതിൽ ഇക്വേഷനിലേക്ക് എത്തിയില്ലേ. അപ്പം എ റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1നെ ഇതെന്താ പി മൈനസ് 1 ക്യൂ മൈനസ് 1 കറക്റ്റ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഗാമ ഓഫ് പി ഇൻറ്റു ഗാമ ഓഫ് ക്യൂ ബൈ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ. സോ ഇതാണ് നമ്മുടെ ആൻസർ. താങ്ക് യു. ഇപ്പോൾ നമ്മളെ പോഷൻ കഴിഞ്ഞു.